ഇന്ത്യൻ സർക്കാരിന്റെ നടപടി നുഴഞ്ഞുകയറ്റക്കാരിൽ ഇപ്പോൾ പരിഭ്രാന്തി പടർത്തിയിരിക്കുകയാണ്. ഒരു വമ്പൻ നടപടിയാണ് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത്, നിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്, നിങ്ങൾ തിരികെ പൊക്കോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ സർക്കാർ അങ്ങനെ വെറുതെ ഒന്നും എവരെ വിടും എന്ന് വിചാരിക്കേണ്ട. ഇന്ത്യയിൽ അനധികൃതമായി പ്രവേശിച്ച് താമസിക്കുന്ന വിദേശ പൗരന്മാർക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമപരമായിട്ടുള്ള നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിയമത്തിന്റെ പരിധിയിൽ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന എല്ലാ വിദേശികൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ ദിശയിലുള്ള ഒരു പ്രധാന ചുവടുവയ്പിൽ സംശയിക്കപ്പെടുന്ന 2680-ലധികം പൗരന്മാരുടെ പട്ടിക ന്യൂഡൽഹി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് തിരിച്ചങ്ങോട്ടേക്ക് പോയ ബംഗ്ലാദേശിലേക്ക് പോയ ഈ നുഴഞ്ഞുകയറ്റക്കാരിൽ 2600 പേരുടെ 680 ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കി ഇപ്പോൾ ബംഗ്ലാദേശിന് കൈമാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന റിപ്പോർട്ടാണ് മനസ്സിലാകുന്നത്. അതുവഴി അവരുടെ പൗരത്വം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനും അവരെ നാട് കടത്താനും കഴിയുമെന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ കരുതുന്നത്. ഇന്ത്യ 2680-ലധികം കേസുകൾ ബംഗ്ലാദേശ് അധികാരികൾക്ക് കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതിവാര മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ആളുകളുടെ ദേശീയതയുടെ പരിശോധന പൂർത്തിയായാലുടൻ, അതായത് പൗരത്വത്തിന്റെ പരിശോധന പൂർത്തിയായാലുടൻ ഈ ബംഗ്ലാദേശി പൗരന്മാരെ നാട് കടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് വക്താവ് പറയുന്നത്. ഈ കേസുകളിൽ പലതും കഴിഞ്ഞ 5 വർഷമോ അതിലധികമോ ആയി സ്ഥിരീകരണ പ്രക്രിയയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഉഭയകക്ഷി കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രക്രിയ വേഗത്തിലാക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുതിയ സർക്കാരിനെ ഭയന്ന് ബംഗ്ലാദേശികൾ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ BJP നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ രൂപീകരിച്ചതോടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ തിരിച്ചറിയുക, നീക്കം ചെയ്യുക, നാട് കടത്തുക എന്ന കർശന നയം നടപ്പിലാക്കി. ഈ കർശനമായിട്ടുള്ള നിയമം തടവ്, കനത്ത പിഴ എന്നിവ ഭയന്ന് പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിലുള്ള ഹർക്കിംപൂർ ചെക്ക് പോസ്റ്റിൽ വെള്ളിയാഴ്ച ബംഗ്ലാദേശിലേക്ക് മടക്കാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാരുടെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.